കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ വീട്ടിലെ റെയ്ഡിൽ നിർണായക രേഖകൾ കണ്ടെത്തി വിജിലൻസ്. ഇഡി സമൻസ് നൽകി വിളിപ്പിച്ച 30-ലേറെ പേരുടെ വിവരങ്ങൾ രഞ്ജിത്തിന്റെ ഡയറിയിലുണ്ട്. കൈക്കൂലി ആവശ്യപ്പെടാനായി തയ്യാറാക്കി വെച്ച പട്ടികയാണിതെന്ന് വിജിലൻസിന്റെ നിഗമനം. കേസിൽ പിടിയിലായ 3 പേരെയും വിജിലൻസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഞങ്ങളിത് വളരെ വിശദമായി അന്വേഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിലാണ്. ഞങ്ങൾക്ക് പിന്നെ വേറെ കുറച്ച് സൈബർ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഇറ്റ് ടേക്സ് ടൈം. ഈ ഫോണിലൂടെ ചില പരാതികൾ വരുന്നുണ്ട്. അത് നമുക്കൊന്നത് പരിശോധിക്കണം. പിന്നീട് പറയാം. നോക്കട്ടെ, പിന്നീട് പറയാം. അങ്ങനെ പരാതികൾ വരുന്നുണ്ട്. ആരുടെ ഓഫീസ്? റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഞങ്ങളൊന്ന് പരിശോധിച്ച് പറയാം. കുറച്ച് ഗാഡ്ജറ്റ്സ് കിട്ടിയിട്ടുണ്ട്, പരിശോധിച്ച് പറയാം. സാമ്പത്തിക ആരോപണം നേരിടുന്നവരുടെ വിവരങ്ങൾ ഇഡിക്ക് കൈമാറിയിരുന്നത് രഞ്ജിത്ത് വാര്യരാണെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കൈക്കൂലി വാങ്ങാൻ ലക്ഷ്യമിട്ടിരുന്നവരുടെ പട്ടികയും ഡിജിറ്റൽ തെളിവുകളും രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും വിജിലൻസ് കണ്ടെത്തി. ഇഡി സമൻസ് അയച്ച 30ഓളം പേർ ഈ ലിസ്റ്റിലുണ്ട് എന്നാണ്. അതായത് ഈ രഞ്ജിത്തിന്റെ ഡയറിയിലെ പട്ടികയിൽ ഉണ്ടായിരുന്നു. രഞ്ജിത്തിന് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഉന്നതരുമായി ബന്ധമുണ്ടെന്നും പണം തട്ടുന്നതിന് രഞ്ജിത്ത് ഈ ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തിയിരുന്നുവെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. രഞ്ജിത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് വിജിലൻസ്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഇടനിലക്കാരെ വെച്ച്, ഏജന്റുമാരെ വെച്ച് ഇഡി എങ്ങനെയാണ് കൈക്കൂലി വാങ്ങുന്നത് എന്നതിന്റെ പ്രധാനപ്പെട്ട തെളിവാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ സംഭവങ്ങൾ. നിലവില് 3 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി. അവരെ ഇപ്പോൾ 3 പേരെയും കസ്റ്റഡിയിൽ വാങ്ങി വിജിലൻസ് ചോദ്യം ചെയ്യുന്നുമുണ്ട്. പക്ഷെ ഇവിടെ ഈ ആരോപണ വിധേയനായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപട്ടികയിലുള്ള ഇഡി ഉദ്യോഗസ്ഥനിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ടോ? അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കൂടുതൽ ഇഡി ഉദ്യോഗസ്ഥർക്ക് ഈ കൈക്കൂലി ഇടപാടുകളിൽ, കൈക്കൂലി കേസിൽ പങ്കുണ്ട് എന്ന് വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ആജ്ഞ. നിലവിൽ അതായത് ഈ വിഷയത്തിൽ ഏറ്റവും പുതിയതായി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്തിന്റെ കയ്യിൽ നിന്നും കിട്ടിയ രേഖകളാണ്. രഞ്ജിത്തിന്റെ ഡയറിയിൽ ഈ 30ഓളം പേരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് തന്നെ രഞ്ജിത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന്, ഇത് സാമ്പത്തികമായി പ്രശ്നങ്ങൾ, അതായത് സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളുടേതും അതുപോലെ ഇഡി സമൻസ് അയച്ചിട്ടുള്ള ആളുകളുടേതുമായ ലിസ്റ്റാണ് രഞ്ജിത്ത് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അതുമാത്രമല്ല ഇഡിയുടെ ഓഫീസിൽ സൂക്ഷിക്കേണ്ട രേഖകൾ വരെ രഞ്ജിത്തിന്റെ ഓഫീസിൽ നിന്നും വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് സുരക്ഷാ മാനദണ്ഡങ്ങളാണ് ഇഡിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ രഞ്ജിത്തിന്റെ, അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്ന അയാളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഇഡി മുഴുവൻ തിരിമറികളും, അതായത് കൈക്കൂലിയും കോഴയും ഒക്കെയുള്ള ആയിട്ടുള്ള എല്ലാ തിരിമറികളും നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലും കൂടുതൽ വ്യക്തത വരുന്നുണ്ട്. ഈ മുഖ്യ കണ്ണിയാണ് രഞ്ജിത്ത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നുണ്ട്. ടോം ചോദിച്ച മറ്റൊരു കാര്യം, ഇഡി ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിലേക്ക് നീളുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിജിലൻസ് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷേ ഈ നിലവിലുള്ള തെളിവുകൾ തന്നെ മതിയാകും ഈ വിജിലൻസിന് ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള മതിയായ തെളിവുകൾ ഉണ്ട്. അതായത് നിലവിലുള്ള ആരോപണങ്ങൾ തന്നെ ധാരാളമാണ്. ചോദ്യം ചെയ്യാം, കസ്റ്റഡിയിലെടുക്കാം. ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇഡി ഉദ്യോഗസ്ഥർ, അതായത് മറ്റൊരു ഇതുപോലെ തന്നെ ഒരു ഒരു നിയമ സംവിധാനമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ, അതും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനെ, അസിസ്റ്റന്റ് ഡയറക്ടറാണ് ശേഖർ കുമാർ. അതുപോലെ കഴിഞ്ഞ ദിവസം ആരോപണ വിധേയനായ വിനോദ് കുമാർ. ഈ 2 പേരെയും ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വിജിലൻസിന്റെ വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നത്. അതേസമയം ശേഖർ കുമാറിനെതിരെ ഓൾറെഡി FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അയാൾ ഈ കൊല്ലത്തെ വ്യാപാരി അനീഷ് ബാബുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാൾ 1ാമത്തെ പ്രതിയുമാണ്. ഈ 1ാം പ്രതി എന്നുള്ള നിലയിൽ ശേഖർ കുമാറിനെ എപ്പോഴേ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം കഴിഞ്ഞു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അനീഷ് ബാബുവിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ചിട്ട് ഈ ഇഡി ഉദ്യോഗസ്ഥൻ, 2ാമതായി പുറത്തു വന്ന ഇഡി ഉദ്യോഗസ്ഥന്റെ പേര്, അതായത് ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ, ഈ വിനോദ് കുമാറിനെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളെല്ലാം വിജിലൻസിന് മുന്നിലുണ്ടെങ്കിൽ പോലും ഇവർക്ക് ഇവരുടെ ട്രാൻസാക്ഷൻ, ഡിജിറ്റൽ രേഖകൾ തുടങ്ങിയിട്ടുള്ള മറ്റു തെളിവുകൾ കൂടി ശേഖരിക്കേണ്ട സാഹചര്യം. കൊല്ലത്തെ വ്യവസായിയായ അനീഷ് ബാബുവിന് പുറമെ
ജെയിംസ് എന്നൊരാൾ കൂടി, ഒരു വ്യക്തി കൂടി കഴിഞ്ഞ ദിവസം ED-ക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. ED കൈക്കൂലി വാങ്ങിയെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷെ നിലവിൽ ഈ ശേഖർ കുമാറും വിനോദ് കുമാർ, ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ ED-യുടെ വിശദീകരണം പുറത്തു വന്നിട്ടുണ്ടോ? ED അന്വേഷണവുമായി, വിജിലൻസിന്റെ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണോ? ED-യോട് ഈ കാര്യങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് എന്നാണ് SP അറിയിച്ചത്. പക്ഷെ അത്തരം കാര്യങ്ങളിൽ ED ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് അല്പം മുൻപ് വിജിലൻസ് SP ശശിധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. അത് മാത്രമല്ല, ED ഇതുമായി ബന്ധപ്പെട്ടൊരു ഇന്റേണൽ എൻക്വയറി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന കേസുകളെല്ലാം പരിശോധനയിൽ വന്നേക്കാം. പക്ഷേ ഇപ്പോൾ വിജിലൻസിന് മുന്നിലുള്ള വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ മുൻപുണ്ടായിരുന്ന കേരളത്തെ ഞെട്ടിച്ച കുറേ സാമ്പത്തിക അഴിമതി കേസുകളൊക്കെ അന്വേഷിച്ചതും അതുമായി ബന്ധപ്പെട്ട പ്രമുഖരെ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ നിരന്തരം വിളിക്കുകയും ചെയ്തിരുന്ന ED അതുപോലെ തന്നെ വലിയ ഒരു കുരുക്കിൽ ചെന്ന് പെടുക എന്നുള്ളതും ED-യുടെ വിശ്വാസ്യത തകർക്കുന്ന ഒരു തരത്തിലേക്ക് മാറുക എന്നുള്ളതും ഒരു പ്രശ്നമുണ്ട്. പക്ഷെ വിജിലൻസിനെ സംബന്ധിച്ചുള്ള വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ED അന്വേഷിച്ചിട്ടുള്ള കേസുകളിലെല്ലാം ഇത്തരം ഇടപെടലുകൾ ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ വെളിപ്പെടുത്തൽ, വലിയ നിർണായകമായ തെളിവ് പുറത്തു വന്നത് ഈ മുകേഷ് എന്ന് പറയുന്ന ആള്, രാജസ്ഥാൻ സ്വദേശിയായ മുകേഷിനെ സംബന്ധിച്ചിട്ട് അയാൾ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട അതിലൊരു കണ്ണിയാണ്. അപ്പോൾ ഇവർക്ക് ലഭിക്കുന്ന പണത്തിന്റെ, അതായത് ഇവർക്ക് കിട്ടുന്ന വിഹിതം എന്ന് പറയുന്നത് 10%. 1 കോടി രൂപയ്ക്ക് 10 ലക്ഷം രൂപ എന്നുള്ളതാണ് ഓരോരുത്തരുടെയും കമ്മീഷൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കമ്മീഷൻ കഴിഞ്ഞുള്ള തുക ED ഉദ്യോഗസ്ഥർ പറയുന്നിടത്തേക്ക് ഹവാല ഇടപാട് വഴിയാണ് മുകേഷ് എത്തിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പണത്തിന്റെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു തെളിവുകളിലേക്ക് പോകാൻ ഇപ്പോൾ നിലവിൽ വിജിലൻസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വിജിലൻസ് നേരിടുന്ന ഏറ്റവും വലിയ പരിമിതി. അതാണ് കാരണം. ഈ പറയുന്ന ഡിജിറ്റൽ തെളിവുകൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷന്റെ തെളിവുകൾ, ബാങ്കിൽ നിന്നും പണം മാറിയിട്ടുള്ള തെളിവുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ഉണ്ടെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയെ ഇപ്പോഴത്തെ, അതായത് ഈ ഹവാല ഇടപാട് വഴിയാണ് പണം കൈമാറ്റം ഉള്ളതെങ്കിൽ ഈ പറയുന്ന തെളിവുകൾ കൊണ്ടുവരാൻ 0% മാത്രമാണ് വിജിലൻസിന്റെ മുന്നിലുള്ള സാഹചര്യം. അതല്ല, മറ്റു തെളിവുകൾ കൂടി വിജിലൻസ് അന്വേഷിക്കുകയാണ്. ഈ രഞ്ജിത്തിന്റെ വിവരങ്ങൾ, രഞ്ജിത്തിന് റൂമിൽ നിന്നും കിട്ടിയിരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അയാളുടെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട്. അത്തരം തെളിവുകളിലേക്കൊക്കെ ED-യുമായി ബന്ധപ്പെടുത്തുന്ന മറ്റു കണ്ണികൾ, ഈ ശേഖർ കുമാറുമായി ബന്ധപ്പെടുത്തുന്ന മറ്റു കണ്ണികൾ, അതുപോലെ കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥൻ കൂടിയാണെന്ന് വിനോദ് കുമാറിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ വിനോദ് കുമാറിനെതിരെയുള്ള ആരോപണം ആദ്യത്തേതല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ ആരോപണവും ഏറ്റവും പുതിയതായിട്ട് ഉയർന്നു വന്ന ആരോപണം അതാണ്. കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ, അതാണ് വിനോദ് കുമാർ. ഈ വിനോദ് കുമാറിനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. ആ അന്വേഷണ സംഘത്തിലെ, അതായത് ED-യിലെ ആ അന്വേഷണ യൂണിറ്റിലെ പല ഉദ്യോഗസ്ഥർക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അങ്ങനെയെങ്കിൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. വ്യാപകമായ രീതിയിൽ ED കൈക്കൂലി വാങ്ങി കേസുകൾ ഒതുക്കി തീർത്തിരിക്കാം എന്നൊരു ആരോപണം കൂടി ഉണ്ടല്ലോ. ആ കേസുകളൊക്കെ, ആ സംഭവങ്ങളൊക്കെ ഒരു പക്ഷേ വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ വരുമോ? തീർച്ചയായിട്ടും ടോം. കാരണം 2 കേസുകളിൽ മാത്രമാണ് ED നിലവിൽ നടപടിയെടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാ കേസുകളും ഏതൊക്കെയോ ഘട്ടങ്ങളിൽ തേഞ്ഞു മാഞ്ഞു പോയതായിട്ടാണ് കാണുന്നത് എന്നുള്ള ഒരു നിരീക്ഷണം കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസുകളിൽ ED എടുത്ത നിലപാടെന്താണ്, ED ഉദ്യോഗസ്ഥരെടുത്തിട്ടുള്ള നിലപാടെന്താണ്, ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വ്യവസായി അനീഷ് ബാബു വ്യക്തമാക്കിയതിനനുസരിച്ചിട്ട് ED ഉദ്യോഗസ്ഥനായിട്ടുള്ള ഈ വിനോദ് കുമാർ ആദ്യത്തെ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ അവിടെ വെച്ചിട്ട് തറയിലിരിക്കട എന്ന് അനീഷിനോട് പറയുന്നു. അപ്പോഴാണ് അദ്ദേഹം മലയാളിയാണെന്ന് താൻ മനസ്സിലാക്കുന്നത്. അതേസമയം യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് അനദർ വേ ടു സെറ്റിൽ ദിസ് കേസ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മറ്റ് സമീപത്ത് നിന്ന ആളുകളുടെ മുഖത്തൊന്നും ഒരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. പക്ഷെ തനിക്ക് അപ്പോൾ മനസ്സിലായില്ല, ഇത് കൈക്കൂലി നൽകാനായിരുന്നു എന്ന് മനസ്സിലായിരുന്നില്ല എന്ന് പറയുന്നു അനീഷ് ബാബു. അതിനുശേഷം വഴിയെ ഈ ഏജന്റ് സമീപിക്കുകയും ഏജന്റിനെ
ഏജന്റിനെ ഇ ഡിയുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികൾ, അതായത് ഏജന്റ് ഇ ഡിയുടെ ആളാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ എന്ന് ഏജന്റ് തന്നെ പറഞ്ഞത് വീണ്ടും ഇയാൾക്ക് അനീഷ് ബാബുവിന് സമൻസ് അയപ്പിക്കാമെന്നായിരുന്നു. ആ സമൻസ് ഏജന്റ് പറഞ്ഞ ദിവസം തന്നെ ഈ അനീഷ് ബാബുവിന് കിട്ടിയിട്ടുമുണ്ട്. മാത്രമല്ല ഏജന്റുമാർക്ക് നൽകിയിരിക്കുന്ന നമ്പറിൽ നിന്ന് ഇ ഡി ഓഫീസിൽ നിന്ന് വിളിച്ചു എന്നുള്ളതുമാണ് അനീഷ് ബാബു നിർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അന്ന് ഇ ഡി ഓഫീസിൽ അനീഷ് ബാബുവിന് ചോദ്യം ചെയ്യൽ നിർത്തിയപ്പോൾ നടന്നിരുന്ന കാര്യങ്ങൾ വള്ളിപ്പുള്ളി വിടാതെ ഇയാൾ ഈ വിൽസൺ എന്ന് പറയുന്ന തമ്മന സ്വദേശിയായിട്ടുള്ള ഏജന്റ് പറഞ്ഞു കേൾപ്പിച്ചു എന്നും അനീഷ് ബാബു വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ ഇ ഡിയുമായി ഇവർ കണക്റ്റഡ് ആണ് എന്നുള്ളത് തെളിവ് നിർത്താൻ അനീഷ് ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നു താനും. മാത്രമല്ല ഈ വിനോദ് കുമാർ എന്ന് പറയുന്ന ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർക്കെതിരെ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ ഇ ഡിയിലെ നിരവധി ഉദ്യോഗസ്ഥർ ഇതിൽ പ്രതികളാണ്, അല്ലെങ്കിൽ അവരിത്തരത്തിൽ പണം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിൽ വ്യക്തത വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ രഞ്ജിത്തിന്റെ കയ്യിൽ നിന്ന് 30ഓളം പേരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. അതും ഇ ഡി കേസിൽ സമൻസ് കൈപ്പറ്റിയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റാണ് എടുത്തിട്ടുള്ളത്. മാത്രമല്ല സാമ്പത്തിക അഴിമതി അല്ലെങ്കിൽ ആരോപണം നേരിടുന്ന മറ്റാളുകളുടെയും ലിസ്റ്റ് രഞ്ജിത്തിന്റെ ഡയറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റായ രഞ്ജിത്തിനെ മുഖ്യ കണ്ണിയാക്കി, അല്ലെങ്കിൽ അയാളെ അല്ലെങ്കിൽ ഇഡിയുടെ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ ഡയറിയിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചത്. പക്ഷേ ഇനി എന്തായാലും വിജിലൻസിന്റെ നീക്കം ഇ ഡി ഉദ്യോഗസ്ഥരാണ്. തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഇ ഡി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. നിലവിൽ ശേഖർ കുമാർ, ഇ ഡി ഉദ്യോഗസ്ഥനായിട്ടുള്ള ശേഖർ കുമാർ ഈ കേസിൽ 1-ാം പ്രതിയാണ്. കൂടുതൽ ഇ ഡി ഉദ്യോഗസ്ഥർ ഈ കേസിൽ കുടുങ്ങുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്.